കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചതിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. കേരളത്തിൽ പ്രവർത്തിക്കാനായിരുന്നു താൽപര്യം. കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടും. തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നും അബിൻ വർക്കി പറഞ്ഞു. റിയാസ് KMR ആണ് വിവരങ്ങളുമായി ചേരുന്നത്. റിയാസ്, ഇപ്പോൾ ഈ ഒരു അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു. നിലവിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞത്. അധികാരത്തിലേക്ക് അടുക്കുമ്പോൾ എന്ത് ഗ്രൂപ്പ് എന്നുള്ള ഒരു പരാമർശമൊക്കെ നടത്തി. പക്ഷേ ഇതൊരു ഗ്രൂപ്പ് തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടോ റിയാസ്? കാളിദാസ്, അതിനു മുൻപ് ഒരു ചെറിയ തിരുത്തുണ്ട്. കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അല്ല, യൂത്ത് കോൺഗ്രസിന്റെ നിയുക്ത ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയാണ്. അത് ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ദേശീയ സെക്രട്ടറിയായി നിയമിതനായതിൽ വലിയ അതൃപ്തിയാണ് അബിൻ വർക്കിയെ സംബന്ധിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് ഇന്നലെ തന്നെ പരോക്ഷമായി പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരോക്ഷമായി അത് പ്രകടിപ്പിച്ചു. ഇപ്പോൾ ആ അതൃപ്തി ഇന്ന് 11 മണിയോടുകൂടി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അബിൻ വർക്കി അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് താൻ കേരളത്തിൽ പ്രവർത്തനം തുടരണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അതിനു മുൻപ് തന്നെ അദ്ദേഹം അതിന് ഏറെ വികാരാധീനനായാണ് സംസാരിച്ചത്. 1,70,000 വോട്ട് നേടി സംസ്ഥാന ഉപാധ്യക്ഷനായ ആളാണ് താൻ. ആ വാചകത്തിൽ തന്നെയുണ്ട്, അതായത് താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ വന്ന ആളാണ്. രാഹുൽ ഗാന്ധിയോടാണ് താൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെക്കാൾ കുറഞ്ഞ വോട്ട് നേടിയ ആളുകൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ അതൃപ്തി കൂടിയാണ് അദ്ദേഹം പ്രകടമാക്കുന്നത്. അതിൽ തന്നെ അബിൻ വർക്കി പറയുന്ന ഒരു കാര്യം, കോൺഗ്രസ് ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത്. ആ മഹായുദ്ധം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാകേണ്ടുന്ന അനിവാര്യതയുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പടിവാതിൽക്കലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ തന്നെ പ്രവർത്തനം തുടരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. പ്രഖ്യാപനം വന്ന ശേഷവും താൻ നേതാക്കളോട് അതിന് അവസരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അക്കാര്യം നേതൃത്വത്തോട് നേരിട്ട് അഭ്യർത്ഥിക്കും. അത് ഒരു തരത്തിലും പാർട്ടിക്കുള്ള വെല്ലുവിളിയായി കാണരുത്. താൻ ഏറ്റവും അടിയുറച്ച വിധേയനായ പാർട്ടി പ്രവർത്തകനാണ്. കോൺഗ്രസ് എന്ന വികാരം മാത്രമേ തന്റെ ഉള്ളിലുള്ളൂ എന്ന് പറയുന്ന അബിൻ വർക്കി ഒരു ഘട്ടത്തിൽ വളരെ വൈകാരികമായി പറഞ്ഞത്, തന്നെ വെട്ടി 2 കഷ്ടമാക്കിയാലും ഉള്ളിൽ നിന്ന് ചോരയായിരിക്കില്ല വരിക, ത്രിവർണമായിരിക്കും എന്ന ഒരു വളരെ വൈകാരികമായൊരു പരാമർശം കൂടി നടത്തുന്നു. അദ്ദേഹം പറയുന്നത് ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതിലെ ഒരു അതിർത്തി കൂടിയാണ്. അദ്ദേഹം സംസ്ഥാനത്ത് ഈ ഒരു പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നതിന്റെ കാരണമായി പറയുന്നത്, പിണറായി സർക്കാരിനെതിരെയുള്ള ക്യാമ്പയിനിൽ പങ്കെടുക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത്. അതിന് പദവിയോ പദവി ഇല്ലായ്മയോ ഒരു പ്രശ്നമല്ല. ഏത് സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി OJ ജനീഷിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞതൊരു പൊതുവായൊരു മറുപടിയാണ്. അതായത് യൂത്ത് കോൺഗ്രസിൽ താഴെ മുതൽ മുകൾ തട്ടിൽ വരെ പ്രവർത്തിക്കുന്ന എല്ലാവരും ഏത് പദവിക്കും അർഹരാണ് എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പാർട്ടി ഏത് തീരുമാനമെടുത്താലും അതോടൊപ്പം നിൽക്കും, ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ നിൽക്കും. മറ്റൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ മറ്റൊന്ന് ചോദിച്ചത്, ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ജാതി സമവാക്യമാണോ സാമുദായിക സമവാക്യമാണോ മുഖ്യ ഘടകമായത് എന്ന് ചോദിച്ചപ്പോൾ ആ സാമുദായിക സമവാക്യം മുഖ്യ ഘടകമായി എന്ന് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. ഇനി താനൊരു ക്രിസ്ത്യാനി ആയതാണോ കുഴപ്പമെന്ന് തനിക്കറിയില്ല എന്ന് കൂടി അബിൻ വർക്കി പറയുന്നുണ്ട്. മതേതരത്വം മുറുകെ പിടിക്കുന്ന കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഞങ്ങളൊക്കെ വളർന്നത്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യം തന്നെ മതേതരത്വമാണ്. അതുകൊണ്ട് സാമുദായിക സമവാക്യം എന്നൊരു പരിഗണന ഒരുപക്ഷെ നോക്കിയിട്ടുണ്ടാകില്ല. പക്ഷേ താനൊരു ക്രിസ്ത്യാനിയത് കുഴപ്പമാണോ എന്ന് പരോക്ഷമായി അബിൻ വർക്കി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഒരു പദവിയും അപ്രധാനമല്ല. ദേശീയ സെക്രട്ടറി പദവിയിലെ ഒതുക്കി എന്ന് പറയുമ്പോൾ പോലും ഒരു പദവിയും അപ്രധാനമല്ല എന്ന് പറയുന്നു. ക്ഷേമവിരുദ്ധ കൂടി പരിഗണിക്കപ്പെടേണ്ട ആളാണ് എന്ന് പറയുന്നു. കൂടാതെ സംഘടനയ്ക്കുള്ളിൽ തന്റെ അഭിപ്രായ ഭിന്നത കൃത്യമായി തന്നെ അവതരിപ്പിക്കുമെന്നും അബിൻ വർക്കി വ്യക്തമാക്കുന്നു. അത് പാർട്ടി ഫോറത്തിൽ തന്നെ അറിയിക്കുമെന്നും വ്യക്തമാക്കുമ്പോൾ ഈ ഒരു പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. അത് പരോക്ഷമായി ആണെങ്കിൽ കൂടിയും വ്യക്തമാക്കുകയാണ് അബിൻ വർക്കി. കാളിദാസ്, അതായത് റിയാസെ, നിയുക്ത യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ഒരു വലിയൊരു രാഷ്ട്രീയ പോരിന് തീപ്പൊരി ഇട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? തീർച്ചയായും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പലർക്കും ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ
പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ട്. അത് പാർട്ടി ഫോറത്തിൽ പറയുമെന്നാണ്. അതിനർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് അബിൻ വർക്കി വ്യക്തമാക്കുന്നത്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചതിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നു അബിൻ വർക്കി. കേരളത്തിൽ പ്രവർത്തിക്കാനാണ് തനിക്ക് താല്പര്യം, കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് അബിൻ വർക്കി വ്യക്തമാക്കിയത്. മാത്രമല്ല, ചില ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ചില മറുപടികളൊക്കെ അബിൻ വർക്കിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഏത് രീതിയിലാണ് അതെല്ലാം വ്യാഖ്യാനിക്കപ്പെടുക, ആഖ്യാനിക്കപ്പെടുക എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു.